ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? തലശ്ശേരിയിലെ തട്ടുകടയിലും ഹോട്ടലുകളിലും കിട്ടുന്ന കിടുക്കാച്ചിയായ കോഴിക്കാലാണ് തയ്യാറാക്കുന്നത്. ഇത് ഒറിജിനൽ ചിക്കൻ കാലല്ല കേട്ടോ. അപ്പൊ എന്താണെന്നറിയാം, വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തലശ്ശേരി സ്പെഷ്യലായ കോഴിക്കാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കേങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, തോല് കളഞ്ഞിട്ട് വരാം. അങ്ങനെ ഞാൻ നമ്മുടെ കേങ്ങിന്റെ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സൈസിൽ ഈ അറ്റവും കട്ട് ചെയ്ത് ഈ അറ്റവും കട്ട് ചെയ്തു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നീളത്തിലൊന്ന് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഇതേപോലെ സൈസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞല്ലോ, അതേപോലെ ഇതേപോലെ നേരിയ രൂപത്തിൽ കട്ട് ചെയ്യാം. നമുക്കെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതാ ഇതേപോലെ നീളത്തിൽ നമ്മളെ കപ്പ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത കപ്പ 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂണോളം കായപ്പൊടി, 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിത് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളെ കിഴങ്ങ് എന്ത് ചെയ്യുക, പൊട്ടിപ്പോവാതെ മെല്ലന ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല പൊടി ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട പിടിച്ച രൂപത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതാ ഈ ഒരു വലുപ്പത്തിൽ വേണം നിങ്ങൾ സൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതൊന്നിങ്ങനെ നീളത്തിലാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല അടിപൊളി കോഴിക്കാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.